ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ റോയൽ മെയിലിനെ കുറിച്ചാണ്. ഏകദേശം 350ഓളം ജോലികളാണ് യു കെയിലെ പല ലൊക്കേഷനുകളിലായി പല കാറ്റഗറികളിലായി റോയൽ മെയിലിൻ്റെ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ജോലികൾ, റോയൽ മെയിൽ സിഒസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോബ് ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനായിട്ടുണ്ട്. ജൂലൈ 2 എഡിൻബ്രോയിൽ വെച്ചും ജൂലൈ 8 ബ്രിസ്റ്റോളിൽ വെച്ചും റോയൽ മെയിൽ ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ലൊക്കേഷൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജോലിക്കാര്യത്തിൽ കിടക്കാം. ആദ്യം തന്നെ പറയാൻ പോകുന്നത് റോയൽ മെയിൽ പ്രൊവൈഡ് ചെയ്യുന്ന എയർലി കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ്. അതിൽ ഒന്നാമത്തേത് ഓപ്പറേഷൻസ് ഡിഗ്രി അപ്രന്റീസ് എന്ന പോസ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് ഡിഗ്രി ഇൻ ബിസിനസ് ആൻഡ് മാനേജ്മെന്റ്, അതായത് BA, BSc, BBA തുടങ്ങിയ കാര്യങ്ങളാണ് അവർ ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സാലറി വരുന്നത് 24,000 പ്ലസ് ആനുവൽ സാലറിയാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമതായിട്ട് വരുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്റ്റാളേഷൻ അപ്രന്റീസ്ഷിപ്പ് ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് GCSE ഗ്രേഡ് C ഓർ ലെവൽ 4 ഓർ എബവ് ഇൻ ഇംഗ്ലീഷ്, മാത്സ്, പ്രിഫറബിളി സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. ഇതിൻ്റെ സാലറി റേഞ്ച് പറയുന്നത് ഏജ് 16 to 17 16,600 പ്ലസും 18 പ്ലസിന് 23,700 പ്ലസുമാണ് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഡെലിവറി ആൻഡ് സോർട്ടിംഗ് എന്ന കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ 184 ജോലികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ കാറ്റഗറിയിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ജോലികളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് പോസ്റ്റ് പേഴ്സൺ വിത്ത് ഡ്രൈവിംഗ് ആണ്. അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് UK ഫുൾ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് വിത്ത് നോ മോർ ദാൻ 6 ഓർ നോ പെനാൽറ്റി പോയിന്റ്സ്. അടുത്തത് വരുന്നത് മെയിൽ സോർട്ടറാണ്. ഈ മെയിൽ സോർട്ടറിന് പ്രത്യേകമായിട്ടും ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. ഇത് കൂടുതലായിട്ട് ഒരു പാർട്ട് ടൈം ടൈപ്പ് ഓഫ് ജോലിയാണ്. സോ സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ജോലിയാണ് ഈ ഒരു മെയിൽ സോർട്ടർ എന്ന് പറയുന്നത്. ഈ രണ്ട് ജോലികളുടെയും ഒരു സാലറി റേഞ്ച്, പേ റേറ്റ് അവർ പറയുന്നത് 12.54 പെർ അവർ ആണ്. ഈ കാറ്റഗറിയിലെ അടുത്ത ജോലി എന്ന് പറയുന്നത് പാഴ്സൽ ഫോഴ്സ് വെയർ ഹൗസ് സോർട്ടറാണ്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് അവർ പറയുന്നത് 24,200 പ്ലസും 6 മാസത്തിന് ശേഷം 25,600 പ്ലസുമാണ്. അടുത്തതായിട്ട് വരുന്നത് ഡ്രൈവിംഗ് ജോലികളാണ്. ഏകദേശം 61 ജോലികളാണ് റോയൽ മെയിലിലെയും പാഴ്സൽ ഫോഴ്സിലുമായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തത് ക്ലീനിങ് ഓപ്പറേറ്റീവ്സ് ആൻഡ് ക്ലീനിങ് കോർഡിനേറ്റർ ജോലികളാണ്. ഇതിനകത്ത് ക്ലീനിങ് ഓപ്പറേറ്റീവിന് ഫുൾ ടൈം ആൻഡ് പാർട്ട് ടൈം ജോലികൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ അവർലി പേ റേറ്റ് പറയുന്നത് 12.21 പെർ അവർ ആണ്. ക്ലീനിങ് കോർഡിനേറ്റേഴ്സിനും 12.21 പെർ അവർ ആണ് പറയുന്നതെങ്കിലും അവർക്ക് അഡീഷണൽ ആയിട്ട് 125 പൗണ്ട് പെർ മന്ത് കോർഡിനേറ്റർ അലവൻസ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ പറഞ്ഞ ജോലികൾ കൂടാതെ റോയൽ മെയിലിൻ്റേതായിട്ട് HR, മാനേജ്മെൻറ്റ്, ഓപ്പറേഷൻസ്, ടെക്നോളജി, കസ്റ്റമർ സർവീസ്, എഞ്ചിനീയറിംഗ് തുടങ്ങി ഒട്ടനവധി ജോലികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയേണ്ടത് റോയൽ മെയിൽ COS പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ റോയൽ മെയിൽ പൊതുവെ COS പ്രൊവൈഡ് ചെയ്യാറില്ല എന്നാണ് കാണാൻ സാധിച്ചത്. പക്ഷേ റോയൽ മെയിലിന് COS പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള സ്പോൺസർഷിപ്പ് ലൈസൻസ് ഉണ്ടെന്നും ഗൂഗിൾ പറയുന്നുണ്ട്. റോയൽ മെയിലിൽ വർക്ക് ചെയ്യുന്ന മലയാളികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റോയൽ മെയിലുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്ക് അത് യൂസ്ഫുൾ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്.